സുജിത്ത്, രാഹുൽ ഈശ്വറിനെതിരെ മാത്രമല്ല കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഇങ്ങനെ അധിക്ഷേപ പരാതി ഉയർന്നിട്ടുണ്ട്. പെൺകുട്ടിയെ അപമാനിക്കുന്ന രീതിയിൽ, അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ ഉൾപ്പെടെയുള്ള ചില പോസ്റ്റുകൾ ഉൾപ്പെടെ നടത്തിയതിന്റെ പേരിൽ തുടർന്ന് എന്തെങ്കിലും നടപടികൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ രീതിയിൽ ഉണ്ടാകുമോ? അതേ ദിൽന, തീർച്ചയായും ഇപ്പോൾ ഈ പെൺകുട്ടി നൽകിയിരിക്കുന്ന പരാതിയിൽ പ്രധാനമായും രാഹുൽ ഈശ്വറിന്റെ പേര് തന്നെയാണ് പരാമർശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഈശ്വറിനെ തന്നെ നേരിട്ട് വിളിപ്പിച്ച് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത ചോദ്യം ചെയ്യുന്നത്. ഒപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ മുഖമില്ലാത്ത പലരും ഇത്തരത്തിൽ ഈ പെൺകുട്ടിയെ അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല ചില ആളുകളൊക്കെ തന്നെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പാർട്ടി പ്രവർത്തകരായിട്ടുള്ള ആളുകളും ചില നേതാക്കന്മാരും ഒക്കെ തന്നെ രാഹുലിനെ അനുകൂലിക്കുന്നതിനോടൊപ്പം തന്നെ ഈ അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ഇടുകയും ഈ പെൺകുട്ടിയുടെ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ ചിത്രങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ആളുകളുടെ ഒക്കെ തന്നെ ഇപ്പോൾ സൈബർ പോലീസ് നിരീക്ഷണത്തിലാണ്. അത്തരത്തിലുള്ള പല ആളുകൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്നതിനൊപ്പം തന്നെ ഈ ഇരയെ വളരെ വലിയ രീതിയിൽ അപമാനിക്കുന്ന വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് തന്നെയാണ് ഈ അതിജീവിതയ്ക്ക് നേരിടേണ്ടി വന്നത്. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് അതിജീവിത പരാതിയുമായി വീണ്ടും പോലീസിനരികിലേക്ക് എത്തിയതെന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ രീതിയിൽ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസെടുത്ത രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഏതായാലും ഗുരുതരമായ കുറ്റം തന്നെയാണ്. അതായത് യാതൊരു കാരണവശാലും ഇത്തരത്തിൽ ഒരു ഇരയുടെ വിശദാംശങ്ങൾ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല എന്ന് അറിയാവുന്ന ഒരാളാണ് രാഹുൽ ഈശ്വർ. എന്നിട്ട് പോലും അത്തരത്തിൽ ഈ ഇരയുടെ എല്ലാ വിശദാംശങ്ങളും വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അത് തന്നെയാണ് വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടത്, വിമർശനത്തിന് ഇടയാക്കിയതും ഒടുവിൽ ഈ ഇത്തരത്തിലുള്ള നിയമ നടപടികളിലേക്ക് പോകാൻ കാരണമായതും. ഇതൊക്കെ അറിയാവുന്ന ആൾ തന്നെയാണ് രാഹുൽ ഈശ്വർ എന്നുള്ളതാണ്. കാരണം നിയമം എല്ലാ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ തന്നെ നിയമം അരച്ച് കലക്കി കുടിച്ച ആളെ പോലെ വളരെ വാചാലതയോടെ സംസാരിക്കുന്ന ആൾ തന്നെ കൃത്യമായ അറിവുണ്ടായിട്ടും ഈ രീതിയിൽ യുവതിയെ അപമാനിക്കാൻ ശ്രമിച്ചു രാഹുൽ ഈശ്വർ എന്നത് വ്യക്തമാണ്. ഈ കേസിലാണ്, ഈ അപമാനിച്ചു എന്ന കേസിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ ചോദ്യം ചെയ്യുന്നത്. നന്ദാവനം എയർ ക്യാമ്പിൽ അരമണിക്കൂറിന് മുകളിലായി ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.